നമുക്കൊപ്പം ചേരുന്ന മെമ്പേഴ്സും ഉണ്ട്. പ്രതിപക്ഷ നേതാവ് പ്രസിഡന്റ് പേരെന്താ? പൊന്നമ്മചന്ദ്രൻ. അപ്പൊ എന്താ ഈ നമ്മുടെ ഈ പുതുപ്പള്ളി പഞ്ചായത്തിലെ ഈ MDMA ഒക്കെ വ്യാപകമായിട്ട് പ്രചരിക്കുക? നിങ്ങൾ പഞ്ചായത്തുകാർക്കൊക്കെ വലിയ ജോലിയാവും ഇനി. അതെ അതെ, ഇപ്പൊ തന്നെ ജോലി കൂടിയിട്ടുണ്ട് അല്ലേ? പിന്നെ പഞ്ചായത്ത് തലത്തിൽ ഞങ്ങൾ അതിനുള്ള നടപടികളെല്ലാം എടുത്തു വരുന്നു. ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ എടുത്ത് നടത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ കുട്ടികളെ നമ്മൾ ബാലസഭകൾ കൂടി കുട്ടികളെ അത് ബോധവൽക്കരണം ചെയ്തിട്ടുണ്ട്. ലഹരിക്കെതിരായിട്ടുള്ള പോലീസ് സജീവമായിട്ട് നിൽക്കുന്നു. പോലീസ് സജീവമാണ്. ഞങ്ങൾ എല്ലാവരെയും വിളിച്ച് ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. എല്ലാവർക്കും അല്ലാതെ തന്നെ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. മാതാപിതാക്കളൊക്കെ കൂട്ടി വിളിച്ചാണ് ഞങ്ങൾ ഈ ബോധവൽക്കരണ ക്ലാസ്. പോലീസ് ഇപ്പോൾ സജീവമായി. പോലീസ് ശാന്തമ തോമസ്. പോലീസ് ഇപ്പൊ സജീവമായി. പോലീസ് സജീവമല്ലായിരുന്നു, അതുകൊണ്ടുണ്ടായ ഇത്രയും പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ഇപ്പൊ സജീവമായി, പോലീസ് ഇപ്പം ശക്തമായിട്ട് നീങ്ങുന്നുണ്ട്. നമ്മളും അതിനോടൊപ്പം തന്നെ എന്ത് ആവശ്യത്തിന് പോലീസിനോടൊപ്പം എക്സൈസിനോടൊപ്പം തന്നെ നമ്മൾ നിൽക്കുകയാണ്. സ്കൂളുകളിലൊക്കെ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ടും പിള്ളേരെ ബോധവാന്മാരാക്കുവാനായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ സജീവമായിട്ട് തന്നെ നിൽക്കും. നമ്മുടെ ഒരു ചേട്ടൻ നമ്മുടെ കൂടെ കുറച്ചു നേരമായിട്ട് ഞാൻ എന്താ കളിക്കാൻ പോയാണോ? അങ്ങനെ കളിക്കാനായിട്ട് വന്നേ നിങ്ങൾ കളിക്കാൻ വിളിച്ചു കളിക്കാനായിട്ട്. എൻ്റെ പേര് ഗോപകുമാർ എന്നാണ്. ഞാൻ കഴിഞ്ഞ 46 വർഷമായിട്ട് ആയോധന കല അഭ്യസിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഞങ്ങൾക്ക് ചെയ്യാൻ എന്തെങ്കിലും സാധിക്കുന്നു, ഞങ്ങളെ കൊണ്ട് സാധിക്കുള്ളൂ. ആയോധന കല അല്ലെങ്കിൽ ഒരു കായികാഭ്യാസിക്ക് മാത്രമേ ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് നേരെ ചൊവ്വയാക്കാൻ പറ്റുള്ളൂ. കാരണം ഏറ്റവും വലിയ കൊമ്പനാനെ പിടിച്ചു നിർത്തുന്നത് ഒരു അതിന്റെ മർമ്മത്തിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് ഒരു ചെറിയ ഒരു പാപ്പാന് സാധിക്കുന്നുണ്ടെങ്കിൽ എത്ര ലഹരി ഉപയോഗിച്ച വ്യക്തിയെയും ലഹരി ഉപയോഗിച്ച വ്യക്തി ഒരു വ്യത്യാസമുണ്ട്. കാരണം സാധാരണ ആൾക്കാരെ പോലെ അല്ല ലഹരി ഉപയോഗിച്ച വ്യക്തി, അവർക്ക് 3 ഇരട്ടി ശക്തിയാണ്. ആ 3 ഇരട്ടി ശക്തിയുള്ള ഒരു ആ വ്യക്തിയെ 10 വയസ്സുള്ള ഒരു കുട്ടി 10 വയസ്സുള്ള കുട്ടി 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ എങ്ങനെ കൈ കയറി പിടിച്ചു അല്ലെങ്കിൽ ആക്രമിച്ചു കുഞ്ഞെ, അപ്പം അതിൻ്റെ അകത്ത് എങ്ങനെ പെട്ടെന്ന് വിടുതൽ നേടാം എന്നുള്ളതെന്നുള്ള ചെറിയ ചെറിയ ടെക്നിക്കുകൾ എല്ലാവരും പഠിച്ചിരിക്കേണ്ട. നമ്മുടെ ചാണ്ടിയമ്മൻ ഏത് കളിസ്ഥലത്തായിരുന്നു നമ്മൾ പിടിച്ചോണ്ട് വന്നത്? നിങ്ങളുമായിട്ട് കളിക്കാനായിട്ട് ഞാൻ വന്നേ. അപ്പൊ ഇപ്പൊ കളി എവിടെയാണോ ചോദിക്കുന്നത്? കളി തെറ്റിദ്ധരിക്കുന്നത്. ടീം ഇറക്കണം. ഞങ്ങളുടെ ടീം റെഡിയാ. ടീം റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടീമിനെ നമ്മൾ റെഡി ആക്കാൻ പോകുന്നേ ഉള്ളൂ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ചാണ്ടി. പ്രസിഡന്റ് കളിക്കണമെന്നുണ്ട്, പക്ഷെ പ്രസിഡന്റ് എന്നോട് ഓടാൻ മേലാന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് നടക്കാൻ ചാണ്ടിയമ്മൻ. കളി കാര്യമായിട്ട് ഇവിടെ നടക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും നമ്മള് സ്പോർട്സിനെ ഒരു വലിയ തീമായിട്ട് ഞാൻ MLA ആയതിനു ശേഷം എല്ലാ കളിക്കളങ്ങളും ഓപ്പൺ ചെയ്താൽ തന്നെ കുറെ പ്രശ്നങ്ങൾ മാറും. ഞാൻ MLA ആയതിനു ശേഷം എടുത്തൊരു തീരുമാനം പുതുപ്പള്ളി സ്പോർട്സിന്റെ സെന്റർ ആക്കണമെന്നാ. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ ഇപ്പൊ തന്നെ 2 സ്ഥലത്ത് പണി നടക്കുക. ഒരു സ്ഥലം പൂർത്തിയായി കഴിഞ്ഞു. അവിടെ സ്കൂൾ കുട്ടികൾക്ക് ഫ്രീ ആണ്. അവിടെയാണ് ഞാൻ ആദ്യം കളി പറഞ്ഞത്. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഇവിടെ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് കാരണം പള്ളി വരണം, അദ്ദേഹത്തിന്റെ അതെ അതെ എനിക്ക് ഞാനും ദിവസവും ഇവിടെ നിന്നാ തുടങ്ങാറുള്ളത്. താങ്കൾക്ക് അപ്പച്ചനെ വിട്ട് കളിക്കാൻ പറ്റൂ, അതല്ലേ പ്രശ്നം. അപ്പൊ വേറൊരു കാര്യം, നമുക്ക് ഈ നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം ഈ അപ്പ എന്നാണ് വിളിക്കുന്നത്, നമ്മളപ്പച്ചൻ എന്ന് പറയുള്ളൂ. ഈ കായികമായിട്ടുള്ള കാര്യങ്ങളിൽ പിള്ളേർക്ക് കുറച്ചുകൂടെ സമയം ചെലവഴിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് സമയമുണ്ട് കുട്ടികൾ. ഞങ്ങളിപ്പോ ഒരു കാര്യം കൂടെ ഇവിടെ ചെയ്തിരിക്കുന്ന വെച്ചാൽ കോട്ടയത്ത് 5 സെന്റേഴ്സ് തുടങ്ങുകയാണ്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും ഡോൺ ബോസ്കോയും ചേർന്ന് പുതുപ്പള്ളി അടക്കം മീനടം, കൂരോപ്പട, അതേപോലെ അയർക്കുന്നം, കുറിച്ചി 5 സ്ഥലങ്ങളിൽ സ്കൂൾ കുട്ടികൾക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഫ്രീ ആയിട്ട് ഫുട്ബോൾ ട്രെയിനിങ് തുടങ്ങുകയാണ്. വർഷത്തിൽ ഒരു ടൂർണമെന്റ് വെക്കാൻ പോവുകയാണ്. അങ്ങനെ കുട്ടികളെ മാക്സിമം സ്പോർട്സിൽ എൻഗേജ്ഡ് ആക്കുക എന്നുള്ളത്. അപ്പൊ അവർക്ക് എക്യുപ്മെന്റ്സ്, അവർക്കുള്ള എല്ലാ പ്രൊഫഷണൽ ട്രെയിനിങ് ആണ്. അത് ബ്രെഡ്സ് എന്ന് പറഞ്ഞ ഡോൺ ബോസ്കോയുടെ തന്നെ ഒരു സ്ഥാപനം സപ്പോർട്ട് ചെയ്തിട്ടാണ് 3 വർഷത്തേക്ക് ഇവിടെ തുടങ്ങുന്നത്. ഈ ഒരു കളിക്കളം പ്രത്യേകിച്ച് ഫുട്ബോൾ കളിക്കാനായിട്ടുള്ള ഒരു കളം ഏർപ്പെടുത്തി കൊടുത്താൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്. അനുഭവത്തിൽ ഇത് ഞങ്ങൾക്ക് സ്ഥലം ഒരാൾ വിട്ടുവന്നു, 50 സെന്റ് വിട്ടുവന്നു. അങ്ങനെ എനിക്ക് 1 ഏക്കർ വേറെ വിട്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ 3.5 ഏക്കർ വേറെ നമുക്ക് ചെയ്യാൻ സാഹചര്യം വിട്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സ്വിമ്മിംഗ് പൂള് കൊണ്ടുവരുവാനുള്ള പരിശ്രമത്തിലാണ് ഇവിടെ. അതിന് അങ്ങനെ സ്ഥലങ്ങൾ വിട്ടുവരുന്നുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങൾ ചെയ്ത ആ കുരോപ്പടയിലെ ഫൗണ്ടേഷന്റെ സ്പോർട്സ് അറീന 27 ലക്ഷം രൂപയായി. അപ്പം അതും ട്രസ്റ്റ് ചെയ്ത് തന്നെ ഒരു ട്രസ്റ്റ് ചെയ്ത്. അപ്പൊ അങ്ങനെ നമുക്ക് ആൾക്കാർ സപ്പോർട്ടുമായിട്ട് വരും. MLA ഈ വഴിക്ക് വരട്ടെ, നല്ല കാര്യം കേട്ടോ. മറ്റൊരു സ്ഥലം അയർക്കുന്നത്ത് 50 സെന്റ് വിട്ടു വന്നിട്ടുണ്ട്. അവിടെ ഒരു ബാങ്ക് ഞങ്ങൾക്ക് വീണ്ടും ഒരു ബാഡ്മിന്റൺ കോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്കൂൾ കുട്ടികൾക്ക് ഇവിടെ എല്ലാം ഫ്രീ ആയിരിക്കും.
ചാണ്ടിയുമ്മന്റെ ഈ സന്ദേശം ആൾക്കാരുടെ പ്രചരിക്കട്ടെ. ഇതൊരു നല്ല ഐഡിയ. ഒരുപാട് പേര് പറയുന്നുണ്ട്, ഒരുപാട് എക്സ്പെർട്ടുകൾ. കാര്യം കുട്ടികളെ എൻഗേജ് ആക്കണം. അവർ ഒരു കായപരമായിട്ടൊരു ബോധം വരുമ്പോഴേ തീർച്ചയായിട്ടും ലഹരി മൂക്കൂത്തി വീഴത്തില്ല അവര്. ലഹരിക്ക് സ്പോർട്സ് ഒരു മറുമരുന്നാണ് എന്ന് പൊതുവെ എല്ലാവരും വിലയിരുത്തുന്നുണ്ട്. അത് അതിന്റെ നല്ല ഉദാഹരണങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ചാണ്ടിയുമ്മന് മുമ്പല്ലേ വേറെ പറഞ്ഞ ഫാദർ ചാണ്ടിയുമ്മൻ അല്ലേ? ഉറപ്പായും സ്കൂളുകളിലും കോളേജുകളിലും ഗ്രൗണ്ടുകൾ സജീവമാണ്. ഇപ്പൊ എല്ലാ ഗ്രൗണ്ടുകളും കൂട്ടിക്കെട്ടി കിടക്കുക. ഇവിടെ സർക്കാരിന്റെ നല്ലൊരു സ്കീമുണ്ട്. അതായത് എല്ലാ അസംബ്ലിയിലും ഒരു കളിക്കളം എന്ന് പറഞ്ഞത് ഞാനിവിടെ 2 കളിക്കളം ആക്കിയിട്ടുണ്ട്. ഒന്ന് മീനടവും മറ്റേ മണർകാടും. 2-നും 50 ലക്ഷം വെച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 കുളങ്ങൾ നവീകരിച്ച് കുട്ടികൾ കുളിക്കാൻ വേണ്ടി ഞാൻ 1 കോടി രൂപ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം തന്നെ. പിന്നെ അത് പൂർത്തിയായാൽ ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഓവറോൾ ആയിട്ട് ഈ ഐഡിയ നല്ലതാ, സൂപ്പറായിട്ട് നടക്കട്ടെ. അപ്പൊ താങ്ക് യു ചാണ്ടിയുമ്മൻ. താങ്കൾ കളിക്കളത്തിലേക്ക് മടങ്ങിക്കോളൂ. നമ്മുടെ ടീം ഇറങ്ങും. അതിനുവേണ്ടി വന്നിരിക്കുന്നത്. പുതുപ്പള്ളിയിലെ പന്തുകളും കൂടെ വൃത്തിയാക്കുവാൻ നല്ലൊരു പന്തുകൾ അവിടെ എംഎൽഎയോട് പറഞ്ഞു. അതെ, എംഎൽഎയുടെ ഉത്തരവാദിത്തമല്ല, അത് ജില്ലാ പഞ്ചായത്താണ് അവിടെ മണ്ണ് കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പൊ അവര് മാറ്റുന്നില്ല. ജില്ലാ പഞ്ചായത്ത് ഇത് മാറ്റണം. നല്ലൊരു കാര്യത്തിനൊക്കെ മാറ്റണം. ഒറ്റ ഗ്രൗണ്ടേ നമുക്കുള്ളൂ. ആ ഒരു ഗ്രൗണ്ടിന്റെ കാര്യമാണ് നമ്മൾ അതിനകത്തെല്ലാം ഇടപെട്ട് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷെ അത് ജില്ലാ പഞ്ചായത്താണ്. നമുക്ക് പരിഹാരം. തീർച്ചയായിട്ടും. താങ്ക് യു ചാണ്ടിയുമ്മൻ. താങ്ക് യു.